ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ കുറച്ച് ഒരു ബ്രേക്കിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. എന്നെ കമൻറ്റ് വഴിയും അല്ലാതെയൊക്കെ അന്വേഷിച്ച എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ഞാനിവിടെ ചൂടത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു കുറച്ച് മിഡിൽ ഈസ്റ്റേൺ സമ്മർ ഫ്രാഗ്രൻസ് പരിചയപ്പെടുത്താമെന്ന്. ഇത് ഒത്തിരി ന്യൂ റിലീസുകളൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രാഗ്രൻസുകൾ, അപ്പോൾ അത് നിങ്ങളടുത്തൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ താഴെ റെയിൽവേ ട്രാക്ക് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കും, അത് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. റസാസി ഹവാസ്, ഇത് OG-ആണ്, ആദ്യം ഇറങ്ങിയ വേർഷനാണ്. ആൻഡ് ഇത് കുറച്ച് പഴയ ബാച്ച് കൂടെയാണ്. അപ്പോൾ ഇത് ഇച്ചിരി നല്ല സ്ട്രോങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെൻ പ്രൊഫൈലാണ്. ഞാനിപ്പോഴും ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ എടുത്ത് അടിച്ച് നോക്കാറുണ്ട്. പിന്നെ ഇത്രയും ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒത്തിരി ഞാൻ അടിച്ചങ്ങനെ തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ന്യൂവർ ബാച്ചസ് കുറച്ച് വീക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് സേവ് ചെയ്യുന്നുണ്ട് സ്പ്രേ ചെയ്യാത്തത്. നല്ല ഫ്രഷ് അക്വാട്ടിക്, ആ ഒരു പ്ലമ്മിൻ്റെ നോട്ടും കുറച്ച് എല്ലാവരും ശ്രദ്ധിക്കും, എന്തായാലും നിങ്ങൾ നോട്ടീസ് ചെയ്യും. വെയിലത്ത് യൂസ് ചെയ്യാം, അല്ലാതെ ഈ ഒരു പെർഫ്യൂമായിട്ട് ഓഫീസിലടിക്കാൻ അങ്ങനെ നോക്കുന്നവർക്കും നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റസാസി ഹവാസ്, ഒത്തിരി ഹവാസുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഹവാസുകൾ ഓരോ പുതിയ പേരുകളിൽ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിക്കാം. പിന്നെ ഇത് റീസെൻ്റായിട്ട് ഇറങ്ങിയൊരു ഹവാസാണ്, ഹവാസ് കോബ്ര. ഇത് ഇമാജിനേഷൻ്റെയൊക്കെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ അങ്ങനെ വരുന്നൊരു ഫ്രാഗ്രൻസാണ്. പക്ഷേ നല്ലതാണ്. എന്തു പറയാനാ, ഇവിടെ മർവ ഇരിപ്പുണ്ട്. ഇത് രണ്ടും ആയിട്ട് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ആ ഇമാജിനേഷൻ്റെ ഓപ്പണിങ് അങ്ങനെ നിൽക്കും. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ ലാസ്റ്റിങ് ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് അത്രയ്ക്കും ആ സോപ്പിനെസ് ഇതിൻ്റെ അത്ര ഇല്ല, പക്ഷേ കുറച്ചും കൂടെ ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് ഇത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും ഇത് നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇമാജിനേഷൻ്റെ ആ ഒരു സെൻ പ്രൊഫൈലും പിന്നെ ആ ഒരു ഫ്രഷ് ടൈപ്പ് ഫ്രാഗ്രൻസ് വേണമെന്നുള്ളൊരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ലതാണ്, നല്ലൊരു ഓപ്ഷനാണ്. ഇമാജിനേഷൻ്റെ ആ ഒരു ഓപ്പണിങ് ഇഷ്ടപ്പെടുന്നവർ ഇത് നോക്കുക. പിന്നെ വേറെ പറയാനായിട്ട് നൈട്രോ റെഡ്, ഇതൊക്കെ ഇങ്ങനെ വന്നു, ശരിക്കും ഇവിടെ കണ്ടിരിക്കാനുള്ള. ഇതും എൻ്റെ ഒരു ഓൾഡ് ബോട്ടിലാണ്, നല്ല സ്ട്രോങ് ആണ്. ഒരു വാട്ടർമെലൺ ജോളി റാഞ്ചർ, ആ ഒരു ഇതില്ലേ ലോലിപോപ്പ്, അതിൻ്റെ പോലത്തെ ഒരു മണമാണ് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന്. അതെ, അത് പിന്നെ ആ ഒരു ഇൻവിക്ടസിൻ്റെ ആ ഒരു ഇത്, ആ റസാസി ഹവാസിലെ ആ OG വേർഷൻ, അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ മുകളിലൊരു വാട്ടർമെലൺ ജോളി റാഞ്ചർ വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ലാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ മറന്നു കേട്ടോ, ഇതെല്ലാം ഒത്തിരി ഓൾഡ് ബോട്ടിൽസാണ്. പിന്നെ ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, ഹവാസ് ഐസ്. ഇത് നല്ല സൂപ്പർ സാധനമാണ്. ഹവാസ് OG-ൻ്റെ അത്രയും സ്ട്രോങ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ഷാർപ്നെസ്സൊക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു സ്മൂത്ത് വേർഷനാണിത്. ഏതാ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടമാണ്, ഇത് ഇഷ്ടമാണ്. ഇത് വേറെ ചെയ്യുന്ന ദിവസം ഇത് ഇഷ്ടമാവും, അത് വേറെ ചെയ്യുന്ന ദിവസം അത് ഇഷ്ടമാവും. അങ്ങനത്തെ ഒരു ഇതിലവക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അടുത്തത് സുപ്രമസി കളക്ടേഴ്സ് എഡിഷൻ എല്ലാവരും എടുത്ത് പറയാറുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇത് നോട്ട് ഓൺലി ഇൻറ്റൻസ്, ഇത് നല്ല സൂപ്പർ ക്രീഡവൻ്റെ സെൻറ്റ് നിഷാനെ ഹാഷിവാത്ത്. അതിൻ്റെ എനിക്ക് കൂടുതൽ നിഷാനെ അതിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒത്തിരി അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സെൻ പ്രൊഫൈലല്ല, പക്ഷേ എന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കളക്ടേഴ്സ് എഡിഷനാണ് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ആ കുറച്ചൊരു ഫ്രൂട്ടി ആ സംഭവം ഇഷ്ടം. ഇതാണെങ്കിലും ക്ലബ് ഡിനോയിട്ടാണെങ്കിലും അതിൻ്റെ ആ ഓപ്പണിങ് എനിക്ക് ഇതുവരെ ഒന്ന് സെറ്റായി വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഓക്കെയാണ്. ക്ലബ് ഡിനോയിട്ടാണെങ്കിലും എനിക്ക് സ്പ്രേ ചെയ്തിട്ടുള്ള ആ ഇനിഷ്യൽ ആ കുറച്ച് സമയത്തെ സ്മെല്ല് എനിക്ക് റെഡി ആയിട്ടില്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ ഇതാകട്ടെ. ഇഷ്ടമുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇനി അഹമ്മദ് അൽ മഗ്രിബ് സെലനി, ഇത് ഒത്തിരി പേരങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് പേരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട് അവനും യൂസ് ചെയ്യാറുണ്ട്, അവൻ്റെ ബോട്ടിലാണിത്. അവൻ്റെ ഇത് രണ്ടാമത്തെ ബോട്ടിലാണ്.
സൂപ്പർ സാധനം. ഓഫീസിലൊക്കെ അടിക്കാൻ അല്ലെങ്കിൽ വർക്കിനടിക്കാൻ നല്ല, എന്ത് പറയാനാ, എന്തുമായിട്ട് സിമിലാരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. ടൊറീനോ 21 അല്ല, ഈ പ്ലാറ്റിൻ ബ്ലാങ്ക് ഒക്കെ ഇല്ലേ ഫ്രഞ്ച് അവന്യൂൻ്റെ, അതിൻ്റെ ആ മിൻറ്റിനെസ് കുറച്ചും കൂടെ കുറച്ച് ഷാർപ്പ്നെസ്സൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്മെല്ലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുറച്ച് നല്ല ട്രോപ്പിക്കൽ ഫ്രഷ് അങ്ങനത്തെ ഫ്രാഗ്രൻസാണ്, ഒട്ടും ഒഫൻസീവ് അല്ല. എനിക്ക് ഈ ബോട്ടിലൊന്നും കണ്ടിട്ട് എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു, പക്ഷേ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു നല്ല ഫ്രാഗ്രൻസാണ്. ഇതെല്ലാം നല്ല ബഡ്ജറ്റിൽ വരുന്ന ഫ്രാഗ്രൻസാണ്. ഇതിൽ ഒറ്റൊരെണ്ണം മാത്രമേ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൂ, അത് ഞാൻ കാണിക്കാം. പിന്നെ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ തന്നെ കാഫിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ഫ്രഷ് ക്ലീൻ, എല്ലാം ഫ്രഷ് ക്ലീനാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ക്ലീൻ എന്ന് പറയില്ലേ, കാരണം ഇത് മറ്റേ PDM പേഴ്സിവലിൻ്റെ ക്ലോണായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ കുളിച്ചിറങ്ങി വന്ന മണം, അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരു നല്ല ഫ്രാഗ്രൻസ്. എന്തായാലും നോട്ടീസ് ചെയ്യുക ആൾക്കാർ ഇത്. പിന്നെ എനിക്ക് വേറെ സിമിലാരിറ്റി തോന്നിയത് മറ്റേ മോൺബ്ലാങ്ക് ലെജൻഡ് EDP ബ്ലാക്ക് ബോട്ടിൽ, അതുമായിട്ട് എനിക്ക് നല്ല സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ട്. നല്ല ഇപ്പോഴും സൂപ്പർ. ഇത് ഓൾഡ് ബോട്ടിലാണ്. പഴയ ബോട്ടിൽസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ന്യൂ ബാച്ചസ് ഞാൻ എവിടേക്കോ ട്രൈ ചെയ്തിട്ട് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. വേറെ മാംഗോ ഐസ്, ഇത് ഞാൻ മുന്നേ എപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതും വൾക്കൻ ഫ്യൂ ആയിട്ട്. ഇത് ഗൾഫ് ഓർക്കിഡിൻ്റെ, മറ്റേത് ഫ്രഞ്ച് അവന്യൂ വൾക്കൻ ഫ്യൂ. രണ്ടും ഗോഡ് ഓഫ് ഫയറിൻ്റെ ക്ലോൺസാണ്. ഏതാ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാ അന്നേരം നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് തോന്നിയത് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മതി. രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ്, ഒരേപോലത്തെ ലോഞ്ചിവിറ്റി, എല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെ. കുറച്ച് നോട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടത്ത് ഇത് അടിക്കുമ്പോൾ എന്തോ ഒരാശ്വാസം, ഒരു മാംഗോ ഐസ്ക്രീം കഴിച്ച ഫീല്. പിന്നെ വേറെ ലത്താഫേൻ്റെ തന്നെ, ലത്താഫ അല്ലല്ലോ, സോറി, റസാസി അല്ലേ ഇത്, ഫത്താൻ. ഇത് ടെർഡി ഹെർമസ് EDT അല്ലെങ്കിൽ ആ ഒരു ഇതിലൊക്കെ വരുന്ന ടെർഡി ഹെർമസിൻ്റെ ഒരു ഇതായിട്ട് പറയാം. കാരണം ഇതിനകത്ത് ആ വെറ്റിവർ, നല്ല കുത്തുന്ന വെറ്റിവറാണ് ഇതിൻ്റെ അകത്ത്. ഞാൻ കുളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തടിക്കാറുണ്ട്, നല്ല ഒരു ഇത് കിട്ടും. അതെ, വെറ്റിവർ അവിടെ തന്നെ ഇരിപ്പുണ്ട്. 1-to-1 ക്ലോണാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഓക്കെയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്, കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ അടിക്കാൻ നല്ല രസമാണ്. പിന്നെ അഫ്നാൻ റെയർ റീഫ്, ഇത് ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ഹൈപ്പിലൊക്കെ നിന്നൊരു സാധനമാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പസഫിക് ചില്ലിൻ്റെ ക്ലോണായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നത്. പസഫിക് ചില്ലി ഞാൻ എവിടെയൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ സെൻറ്റ് പ്രൊഫൈലൊന്നും ഓർമ്മയില്ല. പക്ഷേ ഇത് ഒരു ഇൻഡിവിജ്വൽ സെൻറ്റായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന പ്രൈസിന് ഇത് നല്ല സൂപ്പർ സാധനമാണ്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഈ വെയിലത്തൊക്കെ ഞാൻ അടിച്ചിട്ട് കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇതെന്ത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം, പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ദിവസം ചോദിക്കാറുണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ അടിക്കുമ്പോൾ നല്ല രീതിക്ക് അടിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ നോസ് ബ്ലൈൻഡ് ആയിട്ടാവും, എനിക്കൊന്നും കിട്ടാറില്ല, പക്ഷേ ചുറ്റുമുള്ളവർക്ക് കിട്ടുന്നുണ്ട്, നോട്ടീസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞു പോയെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇത് വരുന്നത് ഒരു ഫ്രഷ് ഓപ്പണിങ്ങാണ്, പക്ഷേ എവിടേക്കോ ചെറിയൊരു ഫ്രൂട്ടിനെസ് ഉണ്ട്. ലാസ്റ്റ് ചെയ്യുന്നൊരു ഫ്രഷ് ഫ്രാഗ്രൻസ്. പിന്നെ റുബ്രോക്ക തിയറം എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. ഓക്കെ, ഇത് സൊസ്പിറോ വിബ്രാറ്റോ അതിൻ്റെയൊക്കെ ഒരു ക്ലോണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഫ്രാഗ്രൻസുകളുണ്ട്. അഫ്നാൻ്റെ തുരാത്തി ബ്ലൂ അതുണ്ടായിരുന്നു. ഇത് എല്ലാം ആ ഒരു ജോണറിൽപ്പെട്ട ഒരു ഫ്രാഗ്രൻസാണ്. വിബ്രാറ്റോ അത്യാവശ്യം എക്സ്പെൻസീവാണ്, അത് പറ്റാത്തവർ തുരാത്തി ബ്ലൂ ട്രൈ ചെയ്യാം. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ താഴെ വരുന്നതാണ്, പക്ഷേ എല്ലാം ആ ഒരു ബ്ലൂ, കുറച്ച് ഫ്രഷ് അങ്ങനത്തെ മണം, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഡയറക്ഷനിലാണ് എല്ലാവരും പോകുന്നത്. പിന്നെ അടുത്ത രണ്ടെണ്ണം ഇത് ഞാൻ ഒരുമിച്ച് പറയാം. ഇത് ലത്താഫിൻ്റെ അറ്റ്ലസ്, ഇത് ഇബ്രാഹിം അൽ ഖുറേഷി സ്പാനിഷ് ടൊബാക്കോ. രണ്ടും
മെഗാമെയറിൻ്റെ ക്ലോണായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ഡാർക്കറായിട്ടാണ് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു ഫ്രഷ് ടേക്കാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ കളക്ഷനിലെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഫ്രഷ് ഫ്രാഗ്രൻസ് എന്ന്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് ഇത്. കാരണം ഇത് അമ്മാതിരി സ്ട്രോങ് ആയിരുന്നു. ഞാൻ ഹോസ്പ്ലൈൻഡ് ആവും, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഇത് പോകും. പിന്നെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ പോയിട്ട് ആൾക്കാരെല്ലാവരും ഇത് മറ്റേ മാസ് കോംപ്ലിമെൻറ്റ് ടൈപ്പ് അങ്ങനത്തെ ഞാൻ ഒരുപാട് ഹൈപ്പ് കയറ്റി പറയുന്നതല്ല. ഒരാൾ വന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആൾ പറയും ശരിയല്ലോ, ഇപ്പുറത്തെ ആൾ പറയും ശരിയല്ലോ. അങ്ങനെ കുറേ ഒറ്റ ദിവസം തന്നെ ഒരു 8-9 പേര് ചോദിച്ചിട്ടുള്ള സാധനമാണിത്. പിന്നെ ഒരാൾ വന്നിട്ട് എൻ്റെ ഒരു സൂപ്പർവൈസർ വന്നിട്ട് ചോദിച്ചായിരുന്നു ഒരു 2 സ്പ്രേ കുറച്ചടിക്കാവോ. കാരണം പുള്ളിക്കാരി അങ്ങനെ ഒഫൻസീവായിട്ട് പറഞ്ഞതല്ല, കാരണം അത്രയും സ്ട്രോങ് ആയിരുന്നു ഈ സാധനം. ഞാൻ ഇങ്ങനെ നടന്നു വന്നിട്ടും ഒരു 5-6 മിനിറ്റ് ആ വഴിയിലെത്തി എൻ്റെ ട്രയൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറൈൻ ഫ്രഷ് കുറച്ച് ഡാർക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. ഒത്തിരി ലോങ് ആയി. ഓക്കെ, താങ്ക് യു, ബൈ.